പാവം രാഹുൽ ഗാന്ധി അറിയുന്നില്ല താൻ കരുവാക്കപ്പെടുന്നു എന്നത്. കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയും അമിത്ഷായും മാളത്തിൽ ഒളിച്ചു എന്ന് പാർലമെന്റിൽ മുറവിളി കൂട്ടിയ രാഹുൽ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. ആ രണ്ട് അധികായന്മാരുടെയും തന്ത്രമാണത് എന്നത്. രാഹുലിന്റെ വായിൽ നിന്ന് തന്നെ എന്തൊക്കെയാണ് ഇനിയുള്ള പദ്ധതികൾ, അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു ഇതിന്റെ പിന്നിലുണ്ടായിരുന്ന ഗൂഢ പദ്ധതികൾ എന്നത് പുറത്തു വരാനുള്ള സമർത്ഥമായ ഒരു തന്ത്രമായിരുന്നു പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം വരാതിരുന്ന അമിത്ഷായുടെയും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കഴിഞ്ഞ ദിവസത്തെ പദ്ധതി. ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഭാസ്കരൻ നായർ അച്ഛൻ തന്റെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് കുറിച്ചിട്ടുണ്ട്. ആ കുറിപ്പിലെ പ്രധാന ഭാഗങ്ങൾ വായിക്കാം. കടമ എന്ത് എന്നും കർത്തവ്യം എന്താണ് എന്ന് 365-ൽ 350 ദിവസവും പട്ടായയും ബാങ്കോക്കും യൂറോപ്പും മെക്സിക്കോയും ചുറ്റുന്നവന് മനസ്സിലാകില്ല. രാഹുൽ ജി ഇത് കാണുന്നുണ്ടോ? ഇന്നലെ അർദ്ധരാത്രി 12 മണിക്ക് പാർലമെന്റിൽ നിന്ന് ഇറങ്ങി വരുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വീഡിയോ. നിങ്ങൾ ഉറങ്ങുമ്പോൾ ഈ രാജ്യത്തിന് വേണ്ടി ഉറക്കമിളയ്ക്കുന്ന മനുഷ്യൻ ഇന്നലെ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാം. പാർലമെന്റിൽ വന്നില്ല എന്ന് പറഞ്ഞ അമിത്ഷാജിക്കെതിരെ രാഹുൽ ഗാന്ധി ഗുരുതര ആരോപണം ഉന്നയിച്ചു. അമിത്ഷാ പാർലമെന്റിനകത്തിരുന്ന് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോണിൽ വിളിക്കുന്നു, ജിതേന്ദ്ര സിംഗിന് തുരുതുരെ കോൾ ചെയ്യുന്നു എന്നൊക്കെ. പെല്ലറ്റ് തൊട്ടവരുടെ ഫോട്ടോ കാണിച്ച് വികാരം കളിച്ച് വാർത്താ സമ്മേളനം. പാർലമെന്റിൽ പറഞ്ഞത് തെറ്റാണ് എന്ന് മാപ്പ് പറഞ്ഞാൽ സംസാരിക്കാൻ അനുവദിക്കാമെന്ന് പറഞ്ഞപ്പോൾ മാപ്പ് പറയില്ല എന്ന വീരവാദവും. രാഹുൽ ജി അമിത്ഷാ രാത്രി 12 മണി വരെ അവിടെ ലൂഡോ കളിക്കുകയായിരുന്നില്ല. IB മേധാവി മഹേഷ് ദീക്ഷിത്തുമായും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹനുമായും ഏകദേശം 40 മിനിറ്റോളം നിർണായക കൂടിക്കാഴ്ച. മൺസൂൺ സമ്മേളനത്തിൽ പ്രതിപക്ഷം സൃഷ്ടിക്കുന്ന തടസ്സങ്ങൾക്കിടയിലും രാത്രി 10 മണിക്ക് BJP ദേശീയ അധ്യക്ഷൻ നിതിനുമായി രാത്രി വൈകി തന്ത്രപ്രധാന യോഗം. സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്നുള്ള ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളുടെ അവലോകനം. തലസ്ഥാനത്തെ സമീപകാല CJP പ്രതിഷേധങ്ങളും സുരക്ഷാ വിലയിരുത്തലുകളുമായി ബന്ധപ്പെട്ട ഭരണപരമായ പ്രതികരണങ്ങളുടെ ചർച്ച. അതിനുശേഷം രാത്രി 12 മണിക്ക് പാർലമെന്റിൽ നിന്ന് മടക്കം. അതേ CJP പ്രതിഷേധത്തെക്കുറിച്ച് അമിത്ഷാ ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ല. കാരണം അദ്ദേഹത്തിന്റെ ശീലം പ്രസ്താവന നടത്തലല്ല, ചെയ്ത് കാണിക്കലാണ്. ഇനി രാഹുലിന് അറിയാത്ത, അങ്ങയുടെ അണികൾക്കറിയാത്ത ചില കാര്യങ്ങൾ കൂടി പറയാം. രാഹുൽ ജി, നിങ്ങൾ ആരോപണം ഉന്നയിച്ച ആ ഫോൺ കോൾ അത് ഡൽഹി പോലീസിന് നിർദ്ദേശം കൊടുക്കാനായിരുന്നില്ല. ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിൽ പെല്ലറ്റടി ഏൽക്കാതിരിക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകാനായിരുന്നു. നിങ്ങൾ കണ്ടത് ഭരണമാണ്, ഗുണ്ടായിസമല്ല. ജിതേന്ദ്ര സിംഗിന് വന്ന കോൾ അത് ജമ്മു കേന്ദ്രത്തിലെ സുരക്ഷാ സ്ഥിതി വിലയിരുത്തിയിരുന്നു. നിങ്ങൾ പാർലമെന്റിൽ കളിക്കുന്ന സമയത്ത് അദ്ദേഹം പാർലമെന്റിന്റെ സുരക്ഷ നോക്കുകയായിരുന്നു. പാർലമെന്റ് അറ്റൻഡൻസ് പരിശോധിച്ചാൽ മനസ്സിലാകും ആരാണ് ജോലി ചെയ്യുന്നത് എന്ന്. കഴിഞ്ഞ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഹാജർ 51% മാത്രം. അമിത്ഷാ 100% ദിവസവും സഭയിലും. സഭ കഴിഞ്ഞാൽ നോർത്ത് ബ്ലോക്കിലെ ഓഫീസിലും. ഈ മൺസൂൺ സെഷനിൽ മാത്രം രാഹുലിന് 3 വിദേശയാത്ര. എന്നാൽ രാഹുൽ കേട്ടോ, അമിത്ഷാ ഒരു ദിവസം പോലും ലീവ് എടുത്തിട്ടില്ല. ഒരാൾക്ക് ടൂറിസമാണ് രാഷ്ട്രീയം, മറ്റൊരാൾക്ക് രാഷ്ട്രീയം തന്നെ തപസ്സും. ഇതും കൂടി കേൾക്കൂ രാഹുൽ. കഴിഞ്ഞ 20 വർഷമായി വിദേശത്ത് പോകാത്ത, ഒരു ദിവസം പോലും ഭാരതം വിട്ടുപോകാത്ത രാജ്യതന്ത്രജ്ഞനോടാണ് നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചത് എന്ന് ഓർക്കുമ്പോൾ ഇനി രാഹുൽ ജി അറിയാൻ നിങ്ങൾ ആരെയാണ് ചോദ്യം ചെയ്യുന്നത്? ഇന്ത്യ 50 വർഷമായി കാർന്ന് തിന്നിരുന്ന നക്സൽ ഇടതുപക്ഷ ഭീകരവാദത്തെ ഇല്ലാതാക്കിയ മനുഷ്യനെ, 1949 മുതൽ ഉണ്ടായിരുന്ന ആർട്ടിക്കിൾ 370 എടുത്ത് ചവറ്റുകുട്ടയിലറിഞ്ഞ മനുഷ്യനെ, ഉമർ ഖാലിദിനും ഷർജിൽ ഇമാമിനും UAPA ചുമത്തി ഇന്നും തീഹാർ ജയിലിൽ ഒരു ജാമ്യ പ്രതീക്ഷയും ഇല്ലാതെ അടച്ച മനുഷ്യനെ, പശ്ചിമബംഗാളിലെ 15 വർഷത്തെ TMCയുടെ അഹങ്കാരത്തിന്റെ കോട്ട തകർത്ത ചാണക്യനെ, 99 തിരഞ്ഞെടുപ്പ് തോൽവികൾ, തന്റെ പേരുള്ള സ്വന്തം സർക്കാരിൽ ഒരു ഭരണഘടനാ പദവി പോലും വഹിക്കാൻ കഴിവില്ല, 56 വയസ്സായിട്ടും ഇപ്പോഴും രാജകുമാരനായി നടക്കുന്ന ഒരു രാജവംശ അവകാശിയാണ് ഇദ്ദേഹത്തെ പരിഹസിക്കുന്നത്. ഈ വാക്കുകൾ അങ്ങയെക്കുറിച്ച് പറയേണ്ടി വന്നതിൽ ലജ്ജിക്കുന്നു. നിങ്ങൾ അപമാനിച്ചത് അമിത്ഷായല്ല, 140 കോടി ജനങ്ങൾ തിരഞ്ഞെടുത്ത് അധികാരത്തിലേറിയ ഈ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയെയാണ്. അമിത്ഷാ മാപ്പ് പറയേണ്ടതില്ല, മാപ്പ് പറയേണ്ടത് നിങ്ങളാണ്, രാഹുൽ ഗാന്ധി എന്ന നിങ്ങൾ. ഇതാണ് ആ പോസ്റ്റിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ശരിക്കും പറഞ്ഞാൽ പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രിയും ഒളിച്ചിരിപ്പ് നടത്തിയതല്ല. കഴിഞ്ഞ ദിവസം ഇത്രമാത്രം പ്രക്ഷുബ്ധമായ സഭ സമ്മേളിക്കുന്ന സമയത്ത് ഒളിച്ചു മാറിയതല്ല. പലരും അങ്ങനെ ഒരു വിവരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണം ഈ ഒരു വിഷയത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും രാഹുൽ ഗാന്ധിയെ മാക്സിമം ഇത്രത്തോളം രോഷാകുലനാക്കി എന്താണ് സംഭവിച്ചത് എന്ന് രാഹുലിന്റെ വായിൽ നിന്ന് തന്നെ വരുത്തുക എന്ന ചാണക്യ തന്ത്രമാണ് കഴിഞ്ഞ ദിവസം അവിടെ കണ്ടത് എന്നത് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാകുന്നില്ല. ഇത് തന്നെയാണ് ഈ അതികായന്മാരുടെ ബുദ്ധിക്ക് പിന്നിലുള്ള ഗൂഢതന്ത്രം. അവരെ ആരും ഒരു തന്ത്രങ്ങളും പഠിപ്പിക്കേണ്ട ആവശ്യമില്ലാത്ത. പിന്നെ മറ്റൊരു കാര്യം പറയുകയാണ് എങ്കിൽ അവർ ഒന്നിനും കൊള്ളാത്ത മനുഷ്യരല്ല. അവർ എത്രമാത്രം ശക്തരാണ് എന്നുള്ളത് അവരെ രണ്ടുപേരെയും ഒപ്പം രാഹുൽ ഗാന്ധിയെയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകും. രാഹുൽ ഗാന്ധി എന്ന ഈ രാഷ്ട്രീയക്കാരൻ, ഈ പ്രതിപക്ഷ നേതാവ് കാലങ്ങളായി ഒരു സ്ഥാനത്തെത്താൻ ശ്രമിക്കുമ്പോൾ
രാജ്യം ഭരിക്കുക എന്ന വലിയ ഒരു കാര്യമാണ് ആ രണ്ട് അതികായന്മാർ ചേർന്ന് ചെയ്തത്. പിന്നെ എപ്പോഴും നമുക്കറിയാം ഇങ്ങനെ എന്താ പറയാ ഫലങ്ങളുള്ള മാവിലെ കല്ലേറ് ഉണ്ടാവുകയുള്ളൂ എന്ന്. ഒരു പ്രശ്നവും ഇല്ലാതിരിക്കുന്ന രാജ്യങ്ങളുടെ പ്രധാനമന്ത്രിമാരെ കണ്ടു കഴിഞ്ഞാൽ അവർ ഏറ്റവും നല്ല രീതിയിൽ ഭരണം നടത്തുന്നത് കൊണ്ടാണ് അവിടെ ഒരു പ്രശ്നമില്ലാത്തത്, അല്ലെങ്കിൽ അപവാദമില്ലാത്തത്, ആരോപണങ്ങളില്ലാത്തത് എന്ന് നമുക്ക് തോന്നാം. പക്ഷെ അതല്ല ശരിക്കും സംഗതി. പണിയെടുക്കുന്നവർക്കാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കേൾക്കേണ്ടി വരുന്നത്. കാരണം അവിടെയാണ് കല്ലെറിയാൻ അവരുടെ ശത്രുക്കൾ ഏറ്റവും കൂടുതൽ ശ്രമിക്കുക. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും നരേന്ദ്രമോദി സർക്കാരിനും ശത്രുക്കളില്ല എന്ന് ആർക്കും പറയാൻ സാധിക്കുകയില്ല. അതിന്റെ പരിണത ഫലങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തലസ്ഥാനത്ത് കണ്ട പ്രക്ഷോഭങ്ങളുടെ ആ ഒരു സംഭവ വികാസങ്ങൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.